നമസ്കാരം. അമൃത. ഒത്തിരിയധികം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഭാരതൻ സാറൊക്കെ സംവിധാനം ചെയ്യുന്ന പോലുള്ളൊരു സംവിധാന ശൈലി. അത് ഈ കുടുംബ ബന്ധങ്ങളുടെ ആഴമായിരുന്നാലും മനുഷ്യരുടെ മാനസിക സംഘർഷങ്ങളായിരുന്നാലും അങ്ങനെ മനുഷ്യർ കടന്നു പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള മാനസിക തലങ്ങളെല്ലാം അതിൻ്റെ ഒരു പച്ചയായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണിത്. പേര് പോലെ തന്നെ നമ്മുടെയും ഉള്ളിനെ ഒരുപാട് സ്പർശിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഉർവശി എന്ന നടിയുടെ അഭിനയ സാധ്യത അത് പല കാലഘട്ടങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രായമുള്ളൊരു അമ്മയുടെ കഥാപാത്രമാണ്. അത് നന്നായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളി ആ കഥാപാത്രത്തിനെ നമ്മളിലേക്ക് അങ്ങ് കണക്റ്റ് ആക്കിയ ഒരു കഥാപാത്രത്തിന്. മലയാളത്തിൽ വളരെ അപൂർവം നടിമാർക്ക് മാത്രമുള്ള ഒരു സിദ്ധിയാണത് ഉർവശി എന്ന കലാകാരിക്കുള്ളത്. പിന്നെ പാർവതി. ഈ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഇവരെ പോലെ മികച്ച രണ്ട് നടിമാർ മലയാള സിനിമയിൽ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാം. എൻ്റെ അഭിപ്രായത്തിൽ കുടുംബമായിട്ട് പോയിരുന്ന് കണ്ടാസ്വദിക്കേണ്ട ഒരു സിനിമയാണ്. പക്ഷെ കൊച്ചുകുട്ടികൾക്ക് കുറച്ച് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഒരു നല്ല കുടുംബചിത്രം തന്നെയാണ്. ഇതൊരു യൂഷ്വൽ ടൈപ്പ് ഓഫ് കോണ്ടൻറ്റോ അല്ലെങ്കിൽ വളരെ നിസ്സാരമായ ഒരു കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് ഇമോഷണലി ഈ സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി, അതുകൊണ്ടാണ് ആ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. പഴയ സംവിധായകർ, ഭരതൻ സാറിനെ പോലുള്ള സംവിധായകരൊക്കെ ഒരു സിനിമ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് ഈ ഒരു സിനിമയ്ക്കകത്ത് ത്രൂ ഔട്ട് ഉടനീളം ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും നല്ലൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബ്യൂട്ടി തന്നെയാണ്. ഒന്ന്, ഇതിൻ്റെ പശ്ചാത്തലം കുട്ടനാടാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ ഒരു മഴയോ രണ്ട് മഴയോ പെയ്ത് കഴിയുമ്പോൾ ഉള്ള കുട്ടനാട്. അതേപോലെ ഇതെങ്ങനെ ഷൂട്ട് ചെയ്തെന്നുള്ളത് നമുക്ക് സെറ്റൊന്നും ഇട്ടിരിക്കുന്നതല്ല. കാരണം അത്രയും വൈഡ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. കുട്ടനാടിൻ്റെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഗാംഭീര്യമൊക്കെ വളരെ വൈഡ് ആംഗിൾ ഷോട്ട്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഏരിയൽ ഷോട്ട്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ, അതായത് ഇപ്പോൾ മഴ തുടങ്ങി ഇവർ പോയി കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത്രയും വളരെ കഠിനമായിട്ടുള്ളൊരു എഫേർട്ടെന്ന് പറയണം ഈ ഒരു സിനിമയാണ്. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ബാക്ക് ഡ്രോപ്പിലൊരു കുഞ്ഞ് കഥ നടക്കുകയും അതിനകത്തൂടെ ഒരുപാട് ഇമോഷൻസ് കൺവേ ചെയ്യുകയും പിന്നെ ഈ ഇമോഷൻസിൻ്റെ ആ ഒരു ഡെപ്ത്, അത് വിഷ്വലി അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ ആയിരുന്നാലും എല്ലാം ഗംഭീരമാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് സുഷീൻ ശ്യാമിൻ്റെ മ്യൂസിക്. ഇത് സുഷീൻ ശ്യാമാണോ ചെയ്തിരിക്കുന്നതെന്ന് പോലും തോന്നിപ്പോകും. കാരണം അത്രയും ജെൻറ്റിലായിട്ടാണ് മ്യൂസിക് വരുന്നതും കയറി പോകുന്നതും. പല ഇൻസ്ട്രുമെൻസും എനിക്ക് തോന്നുന്നു ഇതിനായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതായത് ഒരു ഇൻ്റർവ്യൂവിൽ എടുത്ത് കണ്ടതാണ്. പുതിയ സൗണ്ട്സും അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള അത്തരത്തിലുള്ള കുറേ സൗണ്ട്സ് ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ സീനിനെയും അങ്ങനെ മാറ്റി നിർത്തും എന്ന് പറയുന്ന കണക്കുള്ളൊരു അവസ്ഥ. ഈ സീൻ കാണുമ്പോൾ നമുക്കറിയാം അത് രണ്ടുപേരുടെ മനസ്സിലുള്ള കോൺഫ്ലിക്റ്റിന് അത് ഒരു മ്യൂസിക്കിലൂടെ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ ഒന്നും കൺവേ ചെയ്യാൻ ഇതുവരെ ഒരു മ്യൂസിക് ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. അത് ഇതിനകത്ത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് വളരെ റെയറായിട്ടുള്ള കുറേ സൗണ്ട്സിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ശരിക്കുമുള്ള കുട്ടനാട്ടിൽ നമ്മൾ പോയി ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലവും സന്ദർഭങ്ങളും ഒക്കെ കണ്ട് തിരിച്ചു വന്ന ഒരു ഫീലാണ്. ശരിക്കും ഞാൻ അമരം പോലുള്ള സിനിമകളുടെയൊക്കെ ആ ഒരു ട്രാക്കിലാണ് ഇതിനൊക്കെ പെടുത്തുന്നത്. കാരണം അത്രയും പഴയ കാലഘട്ടത്തിൽ ഒരു സ്റ്റോറി ടെല്ല് ചെയ്തിരിക്കുന്ന ഒരു രീതി, അതെന്നൊക്കെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് പുതിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പോലും അത്തരത്തിലൊരു പഴയ ട്രീറ്റ്മെൻറ്റ് ഇന്നത്തെ ഒരു ന്യൂജൻ ഡയറക്ടർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമാണ്. ഈ അടുത്തൊന്നും ഇങ്ങനൊരു സിനിമ കണ്ടിട്ടില്ല. ശരിക്കും നിങ്ങൾ അമരം പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ ശരിക്കും ആസ്വദിക്കും. അത്രയ്ക്ക് ഇമോഷണൽ ഒരു ഡ്രാമയാണ് ഈ മൂവി. അപ്പോൾ ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 10 IMDbയിൽ 10 റേറ്റ് ചെയ്യാണ്. ഒന്നും പറയാനില്ല. ഓസം എക്സ്പീരിയൻസ്. അപ്പോൾ എന്തായാലും മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമാ വിശേഷമായിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. കണ്ണോടെ കാണുവതെല്ലാം ഹൃദയം നിറഞ്ഞ നീ എന്നെ, കാതോട് കേട്ടതെല്ലാം മനസ്സിൽ നിറഞ്ഞ നീ